കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയം നേടിയവരെയും അതിന് നേതൃത്വം നൽകിയവരെയും ഉൾപ്പെടുത്തി KPCC സംഘടിപ്പിക്കുന്ന വിജയോത്സവം മഹാപഞ്ചായത്ത് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 15,000-ലധികം പേർ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, കോൺഗ്രസിന്റെ ഒരു മുൻകൂട്ടിയുള്ള ഒരുക്കമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ്. നേരത്തെ തന്നെ പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. രാഹുൽ വരുന്നതോടെ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഒരാക്കം കൂടും അല്ലേ? തീർച്ചയായും രാഹുൽ ഗാന്ധിയെ അത്തരം നീക്കങ്ങൾക്ക് ഒരു ത്വരിത വേഗം പകരുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇന്ന് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിനൊപ്പം തന്നെ കോൺഗ്രസിലെ ഉന്നത നേതൃത്വം സ്ഥാനത്തെയും പുറത്തെയും എല്ലാം തന്നെ ഉന്നത നേതൃത്വം അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. മഹാപഞ്ചായത്തിൽ ഇന്ന് ഏതാണ്ട് 15,000-ലധികം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളടക്കം ഇതിൽ പങ്കെടുക്കുന്നുവെന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയവർ, അതിനൊപ്പം നിന്നവർ, ഇവരെല്ലാവരെയും തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ അണിനിരക്കുന്നുണ്ട്. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന സമ്മേളനത്തിൽ അണിനിരക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. രാഹുൽ വൈകിട്ട് 4:30 തിരിച്ചു പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ യാത്രാമധ്യയിലുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് അദ്ദേഹം മലയാളത്തിന്റെ വലിയ എഴുത്തുകാരി ലീലാവതി ടീച്ചറെ വസതി സന്ദർശിക്കുകയും ഒപ്പം തന്നെ പ്രിയദർശിനി പുരസ്കാരം ടീച്ചർക്ക് സമ്മാനിക്കുകയും ചെയ്യും. തുടർന്ന് നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത്. മറൈൻ ഡ്രൈവിലെ വലിയ സദസ്സിനെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമുക്കറിയാം, വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളടക്കം മുഴങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു മഹാറാലിയെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും സമുന്നതനായ നേതാവ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. പല കാര്യങ്ങൾക്കുമുള്ള മറുപടികൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെയും മുന്നോട്ടുള്ള പോക്കിൽ ഈ സ്ഥിരതയാർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു തിളക്കത്തിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും. കേരളത്തിലെ തന്നെ KPCCയുടെ എല്ലാ നേതാക്കളും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മുഴുവനായിട്ട് തന്നെ സമ്മേളിക്കുമ്പോൾ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ സാമുദായിക സംഘടനകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് ഏൽക്കേണ്ടി വരുന്ന വലിയ രീതിയിലുള്ള വിമർശനം, അതിന് കാര്യമായൊന്നും കോൺഗ്രസ് പ്രതിരോധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊരു ചർച്ചകളും നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി വരുന്നു. എങ്ങനെയാണത് അത്തരം സ്ട്രാറ്റജികൾ കൈകാര്യം ചെയ്യേണ്ടത്, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതിൽ ആ രീതിയിൽ കോൺഗ്രസിനെ അതിനെ ബാധിക്കാത്ത രീതിയിൽ ഇതിനെ മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് കഴിയുക, ഇതിനെ എങ്ങനെ മറുപടി നൽകാൻ കഴിയും, ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പ്രചാരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, അങ്ങനെ പല കാര്യങ്ങൾ സംബന്ധിയായി ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കോൺഗ്രസ് ഒരുങ്ങുന്നു എന്ന് തന്നെ അതിന്റെ ഒരു വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലോക്സഭാ നേതാവ് തന്നെ ഇവിടെ എത്തി അവരെ അഭിസംബോധന ചെയ്യുക എന്നതിലൂടെ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.